കിലുക്കാമ്പേട്ടയ്ക്ക് എന്ത് പറ്റി? വിഷമിച്ചിരുന്ന അനുമോളുടെ അടുത്തേക്ക് അനീഷ് പോയി ചോദിക്കാട്ടോ, അനുമോൾ ഇങ്ങനെയല്ലല്ലോ, എന്തു പറ്റിയെന്ന്. ഒരുപക്ഷെ ഇന്ന് മാറി നിന്ന് അനുമോളോട് രണ്ട് പേര് വന്നേ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അതിന് വ്യക്തമായ മറുപടിയും അനുമോൾ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് അനുമോളോട് രാവിലെ തന്നെ ലക്ഷ്മി വന്ന് ചോദിച്ചിരുന്നു എന്ത് പറ്റി അനുമോളെന്ന്. അപ്പോൾ അനുമോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അല്പസമയം മുമ്പ് അനീഷ് വന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റി, അനുമോൾ ഇങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന്. ഒരുപക്ഷെ നമ്മൾ വീട്ടുകാരെയും നാട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളൊക്കെ വിട്ടിട്ട് നമ്മൾ ഒരു വീട്ടിൽ പോയി അകപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കുകയാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒറ്റപ്പെടലുണ്ടാവാം, പലതും ഉണ്ടാവും. പലരും പല ഫാമിലിയിൽ നിന്ന് വന്നാണല്ലോ. പക്ഷേ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. അങ്ങനെ ഒരാൾ ഉണ്ടാകുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ തോളത്ത് കൈയിട്ട് നടന്നവരൊന്നും ആയിരിക്കില്ല നമ്മളോട് ആ ഒരു ചോദ്യവുമായിട്ട് നമ്മുടെ മോശം അവസ്ഥയിൽ വരുന്നത്. അനുമോൾക്കും അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനുമോളോട് ഏറ്റവും കൂടുതൽ തല്ലുപിടിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി. അനുമോൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, അല്ലെങ്കിൽ അനുമോൾ ഒറ്റപ്പെട്ട് വിഷമിച്ച് നടന്നപ്പോൾ ലക്ഷ്മിയാണ് ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ചോദിച്ചു എന്ത് പറ്റി അനുമോളെ എന്ന്. ഇപ്പോൾ ടാസ്ക് എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ അനീഷും വന്ന് ചോദിച്ചു എന്ത് പറ്റി. അനുമോൾ ഇങ്ങനെ ഒരു കിൽക്കാൻ പറ്റിയല്ലേ, ഇങ്ങനെ കിളിങ്ങി നടക്കും, ഇങ്ങനെ ഈ സ്പീഡിൽ സംസാരിക്കും, അങ്ങനെയുള്ളൊരു കുട്ടി ഇപ്പോൾ ആരോടും മിണ്ടാതെ നിൽക്കുന്നു, എന്ത് പറ്റിയെന്ന്. എന്നാൽ ഒന്നുമില്ല, കിൽക്കാൻ പറ്റിയോ ഒന്നുമില്ല, നാളെ ഓക്കെ ആകും എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അനീഷായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ എന്താണെന്നുള്ള കാര്യവും അനുമോൾ അനീഷിനോട് പറയാണ്. ലക്ഷ്മിയോട് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ. അനുമോള് ഗ്രൂപ്പിസം കളിക്കുന്നു. ഇന്നലെ പാവക്കുട്ടിയുടെ ടാസ്കിലാണെങ്കിലും അനുമോൾ അക്ബറിൻ്റെ പാവ എടുത്തു, ആദിലയുടെ പാവ ഷെയർ ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞുണ്ടാക്കി. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അതുപോലെ ഇന്നും ടാസ്ക് വരുന്നുണ്ട്, ഇന്നും ഗ്രൂപ്പിസം കളിച്ചു എന്നൊക്കെ ഇവരൊക്കെ പറയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ എത്ര സഹായിച്ചാലും അവരൊക്കെ നമ്മളെ തിരിഞ്ഞു കൊത്തും. ഇവിടെ അങ്ങനെയാണെന്ന് അത് ഉദ്ദേശിച്ചത് ആദിലിനെയും നൂറയാണ്. അവരെ എത്രയ്ക്ക് സഹായിച്ചിട്ടും അത്രയ്ക്ക് സ്നേഹിച്ചിട്ടും തിരിഞ്ഞു കുത്തുന്ന ഒരു സ്വഭാവം അവർ പലപ്പോഴും പലരോടും കാണിക്കുന്നുണ്ട്. അത് അനുമോളോടും കാണിച്ചു. അത് സഹിക്കാനാവാതെ വിഷമിച്ച് മാറി നിൽക്കുകയാണ് അനുമോൾ. അത് ഇന്ന് ഉച്ചയ്ക്ക് ലക്ഷ്മി അടുത്തും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷണ അടുത്തും പറയാണ് കേട്ടോ. അനുമോളെക്കുറിച്ച് കുറ്റം പറയുന്നതൊക്കെ അനുമോൾ കേട്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പതുക്കെ മാറി നിന്നു. അതിൽ അഞ്ഞൂറ് അവരാരൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം കട്ടൻ ചായ ഉണ്ടാക്കിയതിൻ്റെ കടുപ്പം കൂടി അനുമോൾ ചായ വേറെ ആർക്കോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രശ്നത്തിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിവിനുമായിട്ടുള്ള പ്രശ്നം, അക്ബറായിട്ടുള്ള പ്രശ്നം, അങ്ങനെ പോകുന്നു. ഇതിൽ അക്ബറിൻ്റെ പാവ ആദിലെ മോഷ്ടിച്ചായിരുന്നു. ആദിലെ മോഷ്ടിക്കാനുള്ള റീസണും അതിൽ തന്നെ പറയുന്നുണ്ട്. അതിലെ ഇങ്ങനെ ഉന്തി, അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ മോഷ്ടിച്ചതാണ്. എന്നിട്ട് അത് അനുമോൾക്ക് കൊടുത്തു. അനുമോൾക്കും പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ കളിയാക്കലൊക്കെ ആയിരുന്നു. എന്തിനാ അത്? ഇന്നും ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരിൽ നിന്നും മാറി നിന്നത് മാത്രമാണെന്നാണ് അനുമോൾ പറയുന്നത്. നാളെ ഓക്കെ ആവുമെന്നും പറയുന്നുണ്ട്. അനുമോൾ മാറി നിന്നതിൻ്റെ കാരണമൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വരാണ്. ഇനിയുള്ള ടാസ്കുകൾ അത്തരത്തിലുള്ളതായിരിക്കും. അതെങ്ങനെയായിരിക്കും വീട്ടിൽ നടക്കുക, എങ്ങനെയായിരിക്കും ഒരു ഹാൻഡിൽ ചെയ്യുക, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവിലെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.